ഓക്കെ. HIV അതല്ലെങ്കിൽ എയ്ഡ്സ്. എന്താ ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്? ദ സ്ലോ അറ്റാക്കർ. സ്ലോ അറ്റാക്കർ എന്ന് പറഞ്ഞാൽ മെല്ലെ. ആനയും മുയലും തമ്മില് ഓട്ട മത്സരത്തില്, ആനയും മുയലും അല്ലല്ലോ, എന്താ ചെയ്യാ മറവി, ആമയും മുയലും തമ്മിൽ ഓട്ട മത്സരത്തില് ആമ എങ്ങനെയാണോ പോകുന്നത് അതുപോലെയാണ് HIV. മെല്ലെ ഒരു ദിവസം വന്ന് ഇങ്ങനെ തൊടും. അപ്പൊ ഹായ്. അത് കഴിഞ്ഞ വർഷങ്ങളോളം സുഖ ജീവിതം, ബോഡി അങ്ങ് ഒഴിച്ചിട്ട് കൊടുത്തൊക്കെയാണ്. മെല്ലെ അവിടുന്ന് ഉറങ്ങിയും തിന്നും. എന്നെ കുറിച്ചല്ല, HIV കുറിച്ചാണ് ഞാൻ പറയുന്നത്. മെല്ലെ സുഖിച്ച് ജീവിച്ച് ഒരു 10 കൊല്ലൊക്കെ കഴിയുമ്പോ എന്താ സംഭവിക്കുക? മരിക്കത്താജ് ഒന്നും ഉണ്ടാകുന്ന മരിക്കല്ല മീൻ ആ ഒരു പവറിലേക്ക് അങ്ങ് വരും. അപ്പൊ സ്ലോ അറ്റാക്കർ ആണ് ആരെന്ന് പറയുന്നത് HIV. ഇനി നമ്മളെല്ലാരും ഉള്ളിൽ ഒരു തോന്നലാണ് HIV അതുപോലെ തന്നെ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒന്നാണോ എന്നുള്ളത്. അല്ല. HIV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. അതിപ്പോ ആണെങ്കിൽ എനിക്കില്ല, ഞാൻ ജസ്റ്റ് പോയിട്ട് ഇവിടെ തൊട്ടു എന്ന് വിചാരിച്ചോ, ഞാൻ പറയാം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഒരു ഇൻഫെക്ഷൻ കിട്ടി, അത് ആ സ്ലോ ഫേസിലൂടെ കടന്നുപോയി ഒരു 10 വർഷത്തോളൊക്കെ എന്തുണ്ടാവും നമ്മളെ ശരീരത്തിൽ, അത് അങ്ങ് കയറിക്കൂടി. അങ്ങനെ ആവുമ്പോ അതിന്റെ ഒരു അൾട്ടിമേറ്റ് എൻഡ് സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്? എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് എങ്ങനെയാണ് HIV വർക്ക് ചെയ്യുന്നത്? HIV എങ്ങനെ വർക്ക് ചെയ്യണം? ഇന്ത്യയിൽ നമ്മൾ എന്തുകൊണ്ട് അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ട കാരണം എന്താ? ഇത്ര സേഫ് ആയിട്ട് ഇന്ത്യയിൽ നമ്മൾ ജീവിക്കാനുള്ള കാരണം എന്താ? കാബിലയുമാണോ ഈ കാണിക്കാൻ? എന്താ ഇത്ര സേഫ് ആയിട്ട് ഇന്ത്യയിൽ ജീവിക്കാനുള്ള കാരണം? വേറെയുള്ള രാജ്യങ്ങളൊന്നും നമ്മൾ അറ്റാക്ക് ചെയ്യാതെ നമ്മൾ നിൽക്കാനുള്ള കാരണം എന്താ? ആർമി. അതല്ലേ? നമ്മളെ ശരീരത്തിലും അതുപോലെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പട്ടാളക്കാരുണ്ട്. അതാണ് CD4 എന്ന് പറഞ്ഞ സെൽ, ഹെൽപ്പർ T സെൽസ് എന്നാ പറയാ. അതായത് നിങ്ങൾക്ക് പ്രതിരോധം നൽകുന്ന ആള്. അപ്പൊ ഇവനെ പോയിട്ടാണ് ആരെ അറ്റാക്ക് ചെയ്യണത്? ഈ HIV അറ്റാക്ക് ചെയ്യണത്. അപ്പൊ ഇതിലെന്താ സംഭവിക്കുക? നമ്മളങ്ങ് അറ്റാക്ക് ചെയ്തുമ്പോ മെല്ലെ മെല്ലെ ഈ കൗണ്ട് കുറയാൻ തുടങ്ങും. അപ്പൊ നമ്മളെ പട്ടാളക്കാരെ എണ്ണം കുറഞ്ഞു. എന്താ സംഭവിക്കുക? പാകിസ്ഥാൻ ഇങ്ങനെ നിന്നിട്ട് എന്താ ചെയ്യാ? ഇപ്പൊ വരാ. ചൈന അപ്പുറത്തുനിന്ന് എന്ത് ചെയ്യും? വരാ. ബംഗ്ലാദേശ് ഇപ്പുറത്തുനിന്ന് എന്താ? വരാ. എല്ലാരും ഉഷാറായോണ്ടേ, നല്ല അയൽവാസികളായിട്ട് തിരക്കേടില്ല. കണക്കാണോ? ഇതെല്ലാം സംഭവിക്കുക. അതേപോലെ തന്നെ നമ്മളെ ശരീരത്തില് ഈ ഹെൽപ്പർ സെൽസ് കുറയുമ്പോ നമ്മൾ പിന്നെ ഇൻഫെക്ഷൻ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ പോയാലും ഇതിൽ കൂടെ പോയാലും എല്ലാ വൈറസും ഒന്ന് ഇതിൽ കൂടെ കയറിയിട്ട് ഹായ് എല്ലാവരും കൂടെ കയറിപ്പോവും. ഇതാണ് ഇതിന്റെ കേസിൽ സംഭവിക്കുന്നത്. അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരാൻ തുടങ്ങും. ഇനി ഇത് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണത്? ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട്, ഇവിടെയാണ് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണത്? ഒന്ന് സെക്സിലൂടെ തന്നെയാണ്, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ്. അപ്പൊ എന്താ ഈ പ്രൊട്ടക്ഷൻ? ഇപ്പോഴത്തെ വൈറൽ ട്രെൻഡിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുടർന്നപ്പോ കുറച്ച് 3-4 ദിവസമായിട്ട് ഈ വൈറൽ ട്രെൻഡാ. എന്താ ഈ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാ? ഓനെ പറഞ്ഞിടത്തുള്ള തുറന്ന് പറയാതൊന്നും ആള് ഉപയോഗിക്കാത്ത അറിയാത്ത കാര്യമൊന്നുമല്ല. എന്താ അത്? ആർക്കും അറിയില്ലേ? അല്ലല്ല LKG കുട്ടികള്. എന്താ ഉപയോഗിക്കുക? പ്രൊട്ടക്ഷൻ എന്താ? ഞാൻ തന്നെ പറയണോ? എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിച്ചെന്ന് വിചാരിച്ചു ഒരുത്തരും ഉണ്ടാതിരിക്കുക. എന്താ അത്? കോണ്ടം. ധൈര്യമായിട്ട് പറയാം. ഇതെന്താ അറിവ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, കോണ്ടം ഉപയോഗിക്കണം. അപ്പൊ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് ആണ് ഇതിൽ പ്രധാനമായിട്ടും അതിന്റെ കാരണമായിട്ട് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഓർഡർ ഉണ്ട്. ആനൽ സെക്സ്. ഇന്നത്തെ പല ട്രെൻഡുകളും നമുക്കറിയാം. കോൽക്കളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പല ട്രെൻഡുകളും ആനൽ സെക്സ് ആണ് ഇതിൽ ഏറ്റവും വില്ലനായിട്ട് വരുന്നത്. അടുത്തത് വജൈനൽ സെക്സ്. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ഓറൽ സെക്സ്. ഓക്കെ, ആ റൂട്ടിലാണ് ഏറ്റവും പ്രധാനമായിട്ട്. നമ്മൾ വിചാരിക്കും നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല എന്നുള്ളത്. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അതിൽ എല്ലാവിധ ആളുകളും ഉണ്ട്. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ മറ്റേ പടത്തിലൊക്കെ പറയുന്നവരെ ഇങ്ങനെ പിടിച്ച് ട്യൂൺ ചെയ്യാണോടാ? ഉണ്ട്, അങ്ങനത്തെ ആളുകളുണ്ട്. ഇല്ല എന്നല്ല പറയണത്. അവർക്ക് ആണുങ്ങളോട് പെണ്ണുങ്ങളോട് അട്രാക്ഷൻ ഉണ്ടാവില്ല. പെണ്ണുങ്ങൾക്ക് നമുക്കറിയാലോ, ബിഗ് ബോസിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ? നോർമലൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയത് കണ്ടില്ലേ? ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? അങ്ങനത്തെ ട്രെൻഡ് വലുതായി വരികയാണ്. LGBTQ കമ്മ്യൂണിറ്റി വലുതായിട്ട് വരികയാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല, ഇവലുണ്ട്, നമ്മളെടിയിലും ഉണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുണ്ടാവുള്ളൂ. അപ്പൊ എല്ലാരും ആ കണ്ണിലൂടെ കാണണമെന്നല്ല. പൊരുത്തം വന്നാണ്ട് ഇങ്ങനെ കോളത്തൂടെ കൈയിട്ടുമ്പോ അങ്ങനല്ല. എല്ലാരും നിങ്ങൾ എന്താ പറയാ അവിശ്വസിക്കരുത്, നല്ലതും ഉണ്ടാവും. പക്ഷെ ട്രാക്ക് മാറി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ വിട്ടോണം കേട്ടോ, ഇല്ലേ 8ന്റെ പണി കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ ആണ്.
പിന്നെ നമ്മൾ പറഞ്ഞു സ്പാ ട്രെൻഡ്. വീണ്ടും നമ്മൾ ആ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. തായ്ലാൻഡ്, തൈ മസാജ്. ഇപ്പൊ മസാജ് കൾച്ചർ ഭയങ്കരമായിട്ട് കൂടി വരിക. സ്പാ ഇപ്പൊ തന്നെ ഇപ്പൊ 2 ദിവസം മുന്നേ ഇപ്പൊ ന്യൂസിലൊക്കെ ഒരു സ്പാന്റെ വിഷയം, പോലീസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ പാലക്കാട്, മലപ്പുറം, ഈവൻ മലപ്പുറം ജില്ലയിൽ വരെ നമ്മൾ റിലീജിയസ് ആണ്, ഓർത്തഡോക്സ് ആണെന്ന് വിശ്വസിക്കുന്ന ജില്ലയിൽ വരെ എന്ത് വരുന്നുണ്ട്, ഈ ട്രെൻഡുകൾ വരുന്നുണ്ട്. ഇവരൊക്കെ അവസാനം എന്താ ചോദിക്കുന്നത്? ഹാപ്പി എൻഡിങ്സ്. കറക്റ്റ് ആണോ? അപ്പൊ ഇത് നൽകാൻ ആളുകളുണ്ട്. ഹാപ്പി എൻഡിങ്സ് ഇത് നൽകാൻ ആളുകൾ ഉണ്ട് എന്ന്. അതായത് 2 രീതിയിലാണ് ഇത് ആളുകൾ പോവുക. ഒന്ന്, നമ്മളൊക്കെ എന്ത് ചെയ്യും, എക്സ്പെരിമെന്റേഷന് വേണ്ടിയിട്ട്. കാരണം 1 മണിക്കൂറിന് ചിലപ്പം 10 6 അങ്ങനെയൊക്കെ പല റേറ്റുകളാണ്. അപ്പൊ ഇവര് ചോദിക്കുന്ന ഈ പൈസ കൊടുത്താണ്ട്, അതായത് ഇപ്പൊ നമുക്കൊക്കെ ഒരു നോളജ് എന്താ, പോൺ വീഡിയോസ്, അതല്ലെങ്കിൽ അങ്ങനെ സ്വയംഭോഗം, ഇതൊക്കെയാണ് നമ്മളെ ഉള്ളിലുള്ളത്. അപ്പൊ ഈ ഒരു ടീനേജിൽ നമ്മൾ നേരെ പോയിട്ട് എന്ത് ചെയ്യും, ഇത് എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നേരെ പോയിട്ട് ഇങ്ങനത്തെ ട്രെൻഡിൽ അങ്ങ് പോയി വീഴും. മസാജ് ചെയ്യാൻ പോയി അവിടുന്ന് ഇങ്ങനെ അവസാനിക്കുക. അപ്പൊ ഇങ്ങനെ ചെല്ലുമ്പോ എന്താ സംഭവിക്കുക? ഈ ഇപ്പൊ നമ്മൾ എടുത്തു നോക്കണം, ഇങ്ങനെ ഈ സ്പായിലും അതുപോലെ തന്നെ എല്ലായിടത്തും വർക്ക് ചെയ്യുന്നതിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ആദ്യം ചോദിക്കുന്ന സംഗതികൾ എന്താ? സെക്ഷൽ ഡിസീസിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, നിങ്ങൾക്ക് സെക്ഷൽ ഡിസീസ് ഉണ്ടോ നോക്കുക. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ചോദ്യം പറച്ചിലൊന്നുമില്ല. ഇവർക്കൊക്കെ ഏത് രോഗമാണ്, ഏത് ദുനിയാവിലില്ല എന്ന് പോലും ആർക്കും അറിയില്ല. അപ്പൊ ഒരാൾ തന്നാണ്ട് നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഒരാൾ തരികയാണെങ്കിൽ നിങ്ങൾ പോരുത്. ഇപ്പൊ കമ്മ്യൂണിറ്റി പോലും ഉണ്ട്, HIV കമ്മ്യൂണിറ്റി പോലും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇന്നലെ അടുത്തൊരു റീല് കണ്ടു. ഗോവയിൽ പോയി അവരെല്ലാം പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാം അവസാനിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോ ആരുമില്ല. ബാത്റൂമിൽ പോയി മിററിൽ നോക്കുമ്പോ വെൽക്കം ടു HIV കമ്മ്യൂണിറ്റി. എന്താവും നമ്മളൊക്കെ മാനസികാവസ്ഥ? അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ പ്രായത്തിലാണ് നമ്മളത് പോയി പെടാൻ പോണത്. ഒരു 20 30 ആയിട്ടാണ് പോയി പെടാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, കുറെയൊക്കെ ഒരു കൺട്രോൾ വരും. കല്യാണം ഇതൊക്കെ കഴിയുമ്പോൾ കുറെയൊക്കെ ഒരു മാറ്റം വരാം. ഇപ്പോഴും അവിഹിതത്തിനൊന്നും കുറവൊന്നുമില്ല, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. എല്ലാം വിഹിതവും എല്ലാത്തൊക്കെ ഇതിലുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം ഇതിന്റെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇനി പെൺകുട്ടികളെ കേസിലാണെങ്കിൽ ഞാൻ മലപ്പുറത്തിന്റെ കാര്യമൊന്നുമല്ല പറയണേ, ഈവൻ എറണാകുളം അല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങനത്തെ സിറ്റീസിലേക്ക് വരുന്നതോടുകൂടി അവിടെ എന്താ സംഭവിക്കുന്നത്? പോക്കറ്റ് മണി ടിപ്പ് അയക്കാണ്ട് 1000 2000 ലാവിഷായിട്ട് ജീവിക്കാം. ക്യൂടെക്സ് മേക്കപ്പ്, ക്യൂടെക്സ് ഇവിടെ ചെറുതായിട്ട് മാറിപ്പോയതാണ്. ഓക്കെ, അതായത് എല്ലാ സാധനവും എന്തൊക്കെയാണ്, എത്ര ലെയറാടാ, എത്ര ലെയറാ? ആദ്യം ഒരു ബേസ്, പിന്നെ ഒരു ഫൗണ്ടേഷന്. ഇതൊക്കെ പൊളിച്ചു നോക്കി കഴിഞ്ഞാല് ഇവളില്ല കേട്ടോ, ഇട്ടിട്ടൊന്നുമില്ല. പൊളിച്ചു നോക്കി കഴിഞ്ഞാൽ എത്ര ലെയർ ഉണ്ടാവും? ഒരു 10-300 ലെയറെങ്കിലും ഉണ്ടാവും മാറ്റാൻ വേണ്ടിയിട്ട്. അതിന്റെ പേര് പറയാ, അതായത് അത്രയും തോന്നെ ആളുകൾ ഇന്ന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ പൈസ വേണ്ടേ? അപ്പൊ ഓലെ ലാവിഷ് ജീവിതത്തിന് ഞാൻ നിങ്ങളെ പോലത്തെ കുട്ടികളെ കാര്യമല്ല പറയുന്നത്. പക്ഷെ എന്നാൽ നമ്മളെ ഇടയിൽ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടേനും, അവിടെയാണ് ഇമ്പോർട്ടന്റ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ പോക്കറ്റ് മണി അങ്ങനത്തെ പല ട്രെൻഡിനായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ട്രാപ്പിലും പെടുന്നവരുണ്ട്. ആദ്യം ഒരു ചെറിയ ഡോസ് MDMA അങ്ങ് തരും. പിന്നെ നമ്മൾ മൂഡ് മാറി. ഏത് മൂഡ്? പാർട്ടി മൂഡ്. MDMA എന്ത് ഡ്രഗാ? നല്ല പവർ കിട്ടുന്ന സാധനം അത്. പിന്നെ തിരിച്ചിറങ്ങാൻ റിസ്ക് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കിട്ടൂല വേറെ കാര്യം. അങ്ങനെയുണ്ട് ഇതില്. അപ്പൊ ഇതിലൊക്കെ വരുന്നൊരു പ്രശ്നം എന്താ? ഈ ഡ്രഗം കൊടുത്ത് ഇവലങ്ങ് വശീകരിക്കും. നോർമലായിട്ട് സമ്മതിച്ചു എന്ന് വരില്ല. ഡ്രഗ് കൊടുത്ത് അഡിക്റ്റ് ആക്കാണ്. ഡ്രഗ് കൊടുത്ത് അഡിക്റ്റ് ആക്കിയിട്ട് പിന്നെ നിങ്ങൾ അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങും. അത് ഓല് ഉപയോഗിക്കും, ഓലെ ഫ്രണ്ട്സ് ഉപയോഗിക്കും, അതുപോലെ തന്നെ എല്ലാവരും. കാരണം ഈ പ്രായത്തിൽ ഇപ്പാരും ആരും വിശ്വസിക്കാൻ പാടില്ലല്ലോ. ഓലെന്തോ വലിയ തെറ്റ് ചെയ്ത ആൾക്കാരല്ലേ, അല്ലേ? ഓലല്ലേ വലിയ തെറ്റുകാർ ഇപ്പിമ്മയും. ഒപ്പം അതിന്റെ തൊട്ടടുത്ത് വന്ന ഏതോ ഒരു ചങ്ങായിനെ കാണുമ്പോ ക്രഷ്, ഇൻഫാച്ചുവേഷന്, എന്തൊക്കെയാണത്? വേണ്ടാന്നല്ല പറയുന്നത്, എല്ലാം നല്ലതാണ്. നിങ്ങളെ സ്വന്തം കാലിൽ നിന്നിട്ട് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, അതിലൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇത് ചിന്തിക്കാനുള്ള കഴിവ് വേണം. ആദ്യം ഓല ജഡ്ജ് ചെയ്യണം നിങ്ങൾ എന്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന്. ചിലപ്പോൾ നിങ്ങൾ അറിയ പോലില്ല, ജ്യൂസിലൊക്കെ കലക്കിയിട്ടാവും ഇത് ആദ്യം കൊടുക്കുക. പെട്ടുപോകുന്ന കുറെ ആളുകളുണ്ട്. എന്നിട്ട് ആ കുട്ടി ഇതുപോലെ പെട്ട് പല പ്രാവശ്യം ഉപയോഗിക്കപ്പെട്ട് വീഡിയോസ് വന്ന് എല്ലാം കഴിഞ്ഞ അവസാനം എന്ത് ചെയ്ത് ആത്മഹത്യയുടെ വക്കിലെത്തിയ കേസാണ്. കൗൺസിലിങ്ങിന് വേണ്ടി വന്നായിരുന്നു ഒരു പ്രാവശ്യം. അപ്പൊ നമ്മളെ ഇടയിൽ നിങ്ങളെപ്പോലത്തെ ജീവിച്ച ആളുകളാണ്. ഇപ്പൊ നമ്മൾ എന്ത് സന്തോഷത്തിലായിരിക്കണം, ശരിയല്ലേ? ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇന്നലെ രാത്രി കാമുകം വിളിച്ചിട്ട് ഫുഡ് കഴിച്ചോ ചോദിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെക്കാരം ഇപ്പൊ വലിയ പ്രശ്നം, അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ചെറുതായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാ ഇല്ല. അല്ല, ഇതൊക്കെയാണല്ലോ ഈ പ്രായത്തിൽ. അല്ലെങ്കിൽ സാറ് ഇന്നലെ ചീത്ത പറഞ്ഞു, അങ്ങനെയൊക്കെക്കാരം ഇപ്പത്തെ. പക്ഷെ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇങ്ങനെ ഒരു ട്രാപ്പിൽ നമ്മൾ പോയി വീണ് കഴിഞ്ഞാൽ
പിന്നെ തിരിച്ചുവരവ് കുറച്ച് പാടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, പെടാൻ ഭയങ്കര സുഖമാണ്. സ്നേഹം നടിച്ച് പലരും നിങ്ങളെ മുന്നിൽ വരും. ആ മുന്നിൽ വരുന്ന ആളുകൾ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ ഇല്ലാന്നും പറയണമൊന്നുമില്ല, പക്ഷെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുക, അവൻ എങ്ങനത്തെ ആളാണ്, എന്താണ് അവന്റെ പരിപാടി, ഇതൊക്കെ ജഡ്ജ് ചെയ്തിട്ട് മെല്ലെ പറഞ്ഞാൽ മതി. എന്ത്? യെസ്. അതുവരെ നോ 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 നോ. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം ഏതാ പറയാം? നോ ആണ്. യെസ് പറയാൻ എല്ലാവർക്കും എളുപ്പം, നോ പറയുന്ന കൊടുത്താൽ മിടുക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. പെടരുത്, പോയി പെടരുത്. പെട്ട് കഴിഞ്ഞാൽ പിന്നെ ട്രാപ്പായി. ഡ്രഗിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ നിങ്ങൾക്ക് കഴിയൂല. അതിന്റെ അഡിക്ഷൻ അത്ര ലെവല, എസ്പെഷ്യലി MDMA പോലെ, മെത്തിഡിൻ. പേര് നല്ല നമ്മളെ പേരൊക്കെ പോലെ, മുബഷിർ, അങ്ങനെയൊക്കെ നല്ല വെറൈറ്റിയുള്ള പേരുകളാ. കുറെ സാധനം ഉണ്ട്, ക്രിസ്റ്റൽ മെത്ത്, ഇഷ്ടം പോലെ സാധനങ്ങൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പെട്ടാ പെട്ടു. ക്ലിയർ ആയോ?